മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരത്തിൽ കരിങ്കൊടി കാണിച്ചും മുദ്രാവാക്യം വിളിച്ചും പ്രകോപിപ്പിച്ചുമൊക്കെ ആളുകൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രതിഷേധത്തിനൊക്കെ പ്രതിരോധം തീർത്ത് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ എസ്എഫ്ഐയും CPM അണികളുമൊക്കെ വരുന്നതും കണ്ടിട്ടുണ്ട്. നവകേരള സദസ്സിലെ ആ ബസ് യാത്രയ്ക്കിടെ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനമൊക്കെ വിവാദമായതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രതിഷേധമൊക്കെ മാറ്റിവെച്ച് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് സൈബർ ഇടത്തിൽ. ശരിക്കു പറഞ്ഞാൽ പാലസ്തീൻ ഐക്യദാർഢ്യ ദിനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിന് താഴെ അക്ഷരാർത്ഥത്തിൽ ട്രോളന്മാരുടെ പൊങ്കാലയാണ് നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ സൈബർ ഇടത്തിൽ പിണറായി സഖാവ് വെട്ടേറ്റ് വീഴുന്ന സങ്കടകരമായ കാഴ്ച. പാലസ്തീനിൽ ഇസ്രായേലിൻ്റെ കടന്നാക്രമണം, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം, അവിടെ എത്രയോ സ്ത്രീകളും കുട്ടികളും ആലംബഹീനരുമൊക്കെ മരിച്ചു വീഴുന്ന ദുരന്ത സാഹചര്യം, ഭക്ഷണമില്ല, പട്ടിണിയാണ്, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മാനവികതയ്ക്ക് ഏൽക്കുന്ന കോട്ടങ്ങൾ, മാനവികതയ്ക്ക് ഏൽക്കുന്ന ഭംഗം, മാനവികതയ്ക്ക് വരുന്ന തകരാറ്, ആ ഒരു ലക്ഷ്യമൊക്കെ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ അതിന് താഴെ വന്ന കമൻറ്റുകളാണ് അതിനേക്കാൾ അതിഭീകരം. അണ്ണന്മാർ, ഇസ്രായേലിലെ അണ്ണന്മാർ ഇസ്രായേലിൻ്റെ കാര്യം നോക്കും, അണ്ണനൊക്കുമെങ്കിൽ കേരളത്തിലെ കാര്യം നോക്കൂ എന്നാണ് ഒരു വിരുദ്ധൻ്റെ കമൻറ്റ്. ഈ കമൻറ്റിന് ഏത് തരത്തിലുള്ള നടപടിയെടുക്കും? ഇനിയിപ്പോൾ സൈബർ കേസ് വല്ലതും ഫയൽ ചെയ്ത് ഈ കമൻറ്റുകൾ എഴുതിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ശക്തമായ അധിക്ഷേപ വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയെ ഇഷ്ടമല്ല, പക്ഷേ ഒരു മൂലക്കുരു വന്നാൽ പോലും നേരെ പോകുന്നത് അമേരിക്കയിൽ ചികിത്സയിലേക്കാണ്. ഉടനെ തന്നെ പിണറായിയും കുടുംബവും അമേരിക്കയിലേക്ക് പറക്കും, സഖാക്കൾ ബക്കറ്റെടുത്ത് തെണ്ടാൻ തുനിഞ്ഞുകൊള്ളുക എന്നൊക്കെയാണ് കമൻറ്റുകൾ. മറ്റൊരു കമൻറ്റ്, പാലസ്തീൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇരട്ട നിലപാടാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന കമൻറ്റുമുണ്ട്. അതായത് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി എഴുതുമ്പോൾ തന്നെ ഇസ്രായേലിനെ എതിർക്കുന്ന മുഖ്യമന്ത്രി അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേലി മാനവികതയ്ക്ക് വിരുദ്ധമായ പോരാട്ടം നടത്തുന്നതെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്ന ചോദ്യമാണ് ഒരു വിരുദ്ധൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇരട്ട സമീപനം, ഇരട്ട ചങ്കന്നാൽ ഇരട്ട സമീപനക്കാരൻ എന്നുകൂടി അർത്ഥം വരുന്ന ധ്വനിക്കുന്ന തരത്തിലുള്ള കമൻറ്റ്. മറ്റൊന്ന്, ഒക്ടോബർ അതായത് 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസുകാർ ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയല്ലോ. 1300ഓളം ഇസ്രായേലികൾ അവിടെ കൊല്ലപ്പെട്ടു. ഇപ്പോഴും കുറേ ബന്ദികൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, വാർത്തകൾ അങ്ങനെയാണ്. ഇനിയും ബന്ദികളെ വെച്ച് വിലപേശുന്ന ആ രീതി ഹമാസ് മാറ്റിയിട്ടും ഇല്ല. അപ്പോൾ ഈ 1300 പേരും സ്വയം വെടിവെച്ച് മരിച്ചതാണോ TP ചന്ദ്രശേഖരനെ പോലെ എന്ന ചോദ്യവും ഒരാൾ ചോദിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നാക്രമണം നടത്തിയത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. എന്നാൽ ചിലർ പറയുന്നു ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ പിണറായി എടുത്ത നടപടി ശരിയാണ്, അഭിവാദ്യങ്ങൾ സഖാവെ എന്ന് വളരെ ന്യൂനപക്ഷം ആളുകൾ കമൻറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, മുഖ്യമന്ത്രിയും കുടുംബവും അമേരിക്കയിൽ പോകുന്നതിനെയും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സയെയും ഒക്കെ പരോക്ഷമായും പരസ്യമായും കടന്നാക്രമിക്കുകയാണ് സൈബർ ഇടത്തിൽ. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ പാലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് തികഞ്ഞ് കനത്ത തിരിച്ചടിയാണ്. സൈബർ ഇടത്തിൽ പിണറായി വെട്ടേറ്റ് വീണു എന്നൊക്കെയാണ് ആളുകൾ ഇതിന് കമൻറ്റുകളായി വരുന്നത്. അങ്ങനെ ആ പോസ്റ്റ് വൈറലാകുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഇമേജിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ട്രോളുകളും വൈറലായിക്കൊണ്ട് ഇരിക്കുകയാണ്.